ശരി, കറണ്ട് ബില്ല് വർദ്ധിച്ചു. സിദ്ധന് കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ കറണ്ട് ബില്ലടച്ചിട്ട് സുഖമായിട്ട് ഇവർക്കത് കൺട്രോൾ ചെയ്ത് ജീവിച്ചു പോകാം. ഫുത്തിയില്ലല്ലോ. എനിക്ക് എഴുതാനല്ലേ അറിയൂ സാറേ, വായിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നത് പോലെ വിവരക്കേടുകൾ ഫോളോ ചെയ്യാനല്ലേ പറ്റൂ. നമ്മുടെ നാട്ടിലുമുണ്ട് കേട്ടോ ഒരുപാട് ഓൺലൈൻ സിദ്ധന്മാര്. ഇപ്പൊ പാകിസ്ഥാനില് ഓൺലൈൻ സിദ്ധന്മാര് വർദ്ധിച്ചിരിക്കുവാണ്. ആയത്തുൽ കുർസി ബക്കറയിലെ ഏറ്റവും ലോങ് ആയിട്ടുള്ള ഒരു വചനമാണത്. അത് പാരായണം ചെയ്താൽ മതി, സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാം എന്ന് പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിച്ച് അവരിൽ നിന്ന് ഭീമമായ തുക വാങ്ങിയെടുക്കുന്നത് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുമുണ്ട് ഇല്ലേ? ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് ചീറിപ്പായുന്ന ക്യാൻസർ രോഗികളുടെ ആംബുലൻസുകൾ ഉണ്ടല്ലോ, ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ചില ഉസ്താദുമാരുടെയൊക്കെ വീട്ടുവളപ്പിലാണ്. എന്തെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ, നോക്കട്ടെ അയാളുടെ പേരെന്തായിരുന്നു. ക്യാൻസർ പേഷ്യന്റിനെയൊക്കെ ഈസി ആയിട്ട് ചികിത്സിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ മുമ്പ് വേറെ കല്യാണമൊക്കെ കഴിച്ചിട്ട് ഭാര്യ വന്ന് വലിയ രൂപത്തിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരുന്നു. എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. എൻ്റെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലാണ് ആയിരക്കണക്കിനായ ക്യാൻസർ രോഗികളുണ്ടല്ലോ, അവരൊക്കെ ഈ ഉസ്താദിന്റെ വീട്ടുവളപ്പിലാണ് വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. കാണുന്നില്ല. ഇപ്പം മറ്റവനുണ്ടല്ലോ, എന്താണ്, നൂറേ ഹബീബി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിനകത്ത് അയാളും ഇത് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ക്യാൻസർ രോഗികൾ, അതായത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇനിയും ചികിത്സയില്ല എന്ന് പറഞ്ഞു വിടുന്ന രോഗികളൊക്കെ വന്നിട്ട് ഇയാളുടെ വീട്ടുവളപ്പിൽ വന്നിട്ട് ഇയാൾ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയാണത്രേ അവരുടെ അസുഖങ്ങളൊക്കെ മാറുന്നത്. അങ്ങനെ മാറിപ്പോയ ഒരുപാട് ആളുകൾ വന്നവരുടെ അനുഭവ സാക്ഷ്യം പറയുന്നു എന്നൊക്കെയാ പറയുന്നത്. ഇവന്റെ വീഡിയോയുടെ താഴെ വരുന്നതെല്ലാം തെറികളാ, ഇവനെ ആരും വിശ്വസിക്കുന്നില്ല. നൂറേ ഹബീബേ എന്താണ് പേര്, അയാളുടെ മുഖം എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ അയാളുടെ കിട്ടുന്നില്ല. ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവും ഉസ്താദിന്റെ പേര്? ചീറിപ്പായുന്ന ആംബുലൻസ് ഉസ്താദിന്റെ വീട്ടുവളപ്പിലാണ് വന്ന് നിൽക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളുണ്ടല്ലോ. എന്താണ് പേര്? എടാ ഭാര്യയാണ് കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇവിടെ ഒരു ചെറിയ പെണ്ണിനെ കണ്ടപ്പോഴേക്കും ഉസ്താദിനെ കെട്ടണമെന്ന് തോന്നിയെന്നും അങ്ങനെ ഞങ്ങളെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇതുപോലെ ഒരുപാട് സിദ്ധന്മാരുണ്ട് കേട്ടോ. നോക്കട്ടെ, ഞാൻ ഒന്നും കൂടി അടിച്ചു നോക്കട്ടെ. ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ളവരുടെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്താൽ നമുക്ക് കാണുന്നില്ല. അവിടെ പേര് കിട്ടിയാൽ ഇപ്പൊ കിട്ടും കേട്ടോ. ഒന്നും കൂടി നോക്കട്ടെ. അയാളും തങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് ചികിത്സിക്കുന്നത് കേട്ടോ. നബി പരമ്പരയിൽപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നബിക്ക് പോലും ഇല്ലാത്ത ഒരുപാട് ഗുണഗണങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നൊക്കെയാണ് പറയാറുള്ളത്. എന്തോ ഒരു തങ്ങളാണ് ആള്. ചില സമയത്ത് തപ്പിയാ കിട്ടൂല. ഇങ്ങനെ കുറെ ആത്മീയ ചികിത്സകരുണ്ട്, ഒരുപാട് ആത്മീയ ചികിത്സകര്. കാരണം മതം ഇവർക്ക് നല്ല രൂപത്തിൽ പറ്റിക്കാനുള്ള ടൂളാണ് എന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഇവരിങ്ങനെ
പറ്റിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് കിട്ടാതൊരു സമാധാനമില്ല. നോക്കട്ടെ, എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, എവിടെയെങ്കിലും ഇല്ലാതിരിക്കില്ല, ഉണ്ടാകുമായിരിക്കും. അപ്പോൾ ആത്മീയ ചികിത്സകർ കോടിക്കണക്കിന് പണം വാരി കിട്ടിയുണ്ടാക്കുവാണ്. മനസ്സിലായി? എനിക്ക് ഉസ്താദിൻ്റെ ഭാര്യ പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നോക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ട് ഇയാൾ നോക്കുന്നില്ല എന്ന് വേറൊരു ചെറിയ പെണ്ണിനെ കണ്ടപ്പോഴേക്ക് ആ പെണ്ണിനെ കെട്ടണമെന്ന് തോന്നിയിട്ട് അത് പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ചെലവിന് തരുന്നില്ല, വീട്ടിലെ സാധനങ്ങളൊന്നും വാങ്ങാൻ സമ്മതിക്കൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടിലാണ്, ഒരു 18 വയസ്സ് തികയാത്ത ഒരു കുഞ്ഞിനെ കണ്ടപ്പോഴേക്ക് കെട്ടണമെന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ നോക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 1 മണിക്കൂറോളം ഉണ്ട് അവരുടെ ആ ഒരു വീഡിയോ. ഞാനത് മൊത്തം എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈവും ചെയ്തതാണ്, ഞാനത് വീഡിയോ രൂപത്തിലും ചെയ്തതാണ്. അല്ലല്ല, ഞാൻ നോക്കുന്നുണ്ട്, കിട്ടുന്നില്ല അത് കേട്ടോ, കണ്ടില്ല. ആദ്യം ചെയ്ത വീഡിയോകൾക്കൊന്നും ഞാൻ തമ്പനയിൽ ഇട്ടിട്ടില്ല, ബഫൊക്കെ ആണെന്ന് തോന്നുന്നു. അല്ല, അദ്ദേഹമല്ല. ഓർമ്മ കിട്ടുന്നില്ല. എന്തായിരുന്നാലും ഞാൻ ഇന്നിരുന്ന് തപ്പിപ്പിടിച്ച് നമുക്ക് നാളെ അതെടുക്കാമെന്ന് വിചാരിക്കാം. അപ്പൊ ഇവന്മാർക്ക് നല്ല മാർക്കറ്റാണ് കേട്ടോ. മന്ത്രവാദമോ ആഭിചാര കർമ്മങ്ങളോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കറാച്ചിയിലാണ് ശവക്കുഴികൾ കുഴിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകത്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. പാകിസ്ഥാനിലെ ഒരുപാട് പ്രദേശങ്ങളിൽ ശ്മശാനങ്ങളിൽ നിന്ന് അസ്ഥികൾ മോഷ്ടിക്കപ്പെടുന്ന സംഭവങ്ങൾ ഈയിടെയായിട്ട് ഒരുപാടായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് വലിയ ഒരു ബിസിനസ് ആണത്രേ. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ മതനിന്ദ കുറ്റങ്ങൾ അടക്കം ആരോപിക്കുന്ന രീതിയിൽ പുരോഹിത വർഗം കറാച്ചിയിൽ വർദ്ധിക്കുവാണ്. അതായത് കുറച്ച് ദിവസം മുമ്പ് വേദിയിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മുഹമ്മദ് നബിയെ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ എന്നൊരാൾ ചോദിക്കുവാണ്. മുഹമ്മദ് നബിയെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് ചോദ്യം കേട്ടപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഓർക്കാതെ ഒരു ചെറിയ ബാലൻ ഒന്ന് കൈപൊക്കി. അവൻ കേട്ടത് ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടോന്നാ, ചെറിയ കുഞ്ഞ. അപ്പോ ഇത് മതനിന്ദയായിട്ട് ഈ മൗലവി ആ വേദിയിൽ നിന്നിട്ട് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. ഇതിന് പകരമായിട്ട് കുട്ടി ചെയ്തത് എന്താണെന്ന് അറിയാമോ? കുട്ടിയെ ശിക്ഷിക്കണമല്ലോ, അപ്പൊ അയാൾ എന്നെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ ശിക്ഷിക്കാം. ഗ്യാസ് കട്ടർ വെച്ചിട്ട് സ്വന്തം കൈ അങ്ങോട്ട് കട്ട് ചെയ്ത് കുട്ടി. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് വെച്ച കെട്ടിയ കുട്ടി ആ കൈ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് ഇമാമിനെ കാണാൻ വരുന്ന ഒരു സീനുണ്ട്. പാകിസ്ഥാനിലെ നാഷണൽ ഹീറോ ആയി മാറി ആ കുട്ടി അതോടുകൂടി. ഇതാണ് ആ നാട്ടിലെ മൗലികവാദം. കാരണം ഇവര് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഏതാണ്ട് പാകപ്പെട്ട് കഴിഞ്ഞു. എങ്ങനെയാണ് ഇവര് മതം പഠിപ്പിക്കുന്നത് കുട്ടികളെ? ഇലക്ട്രിക് ഷോക്ക് അടിച്ചിട്ട് ഉച്ചയും കുത്തി എടുത്ത് വെച്ച് എറിയുന്നു, ആട്ടിക്കുന്നു. ഇങ്ങനെ പഠിപ്പിക്കപ്പെടുന്ന മതത്തില് നമ്മൾ കാരുണ്യം തിരഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? കാരുണ്യം പോയിട്ട് മനുഷ്യത്വ